വിഷം മനുഷ്യനെ കൊല്ലുന്ന ഒരു കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ വിഷത്തെ നമ്മൾ അടുപ്പിക്കാതെ എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയാം. എന്നാൽ തേൻ വളരെ മധുരമുള്ള ഒന്നാണ്. അത് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ ഗുണങ്ങളും നമുക്കറിയാം. എന്നാൽ വിഷാംശമുള്ള തേനുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ചില ടൈപ്പ് പൂക്കളിൽ നിന്ന് തേനീച്ചകൾ പോയി വിഷം എടുക്കുമ്പോൾ തേനീച്ചകൾക്ക് അത് പ്രശ്നമില്ല. പക്ഷേ നമ്മളത് കഴിച്ചു കഴിയുമ്പോൾ സ്ലോലി നമ്മുടെ ഹെൽത്തിനെ നമ്മൾ ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവരെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോലെയോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിഷമായിട്ടുള്ള ആൾക്കാർ, അതായത് ഒരിക്കലും അവർ നല്ലതാണെന്ന് അവരുടെ ആ സ്വഭാവം അവർ പുറത്ത് കാണിക്കും. അതവരുടെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാം നമുക്ക് നന്മയൊന്നും അവർ കൊണ്ടുവരില്ല, അല്ലെങ്കിൽ നമ്മുടെ നാശത്തിന് വേണ്ടിയാണ് അവർ ഇറങ്ങി പ്രവർത്തിക്കുന്നതെന്ന്. പക്ഷേ തേൻ പോലെ മധുരിക്കുന്ന ചിലവരുണ്ട്. ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര സ്വീറ്റാണെന്ന്. പക്ഷേ അവരിലുള്ള ടോക്സിക് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകുന്നുണ്ടാവില്ല. പക്ഷെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിൽ അത് ശരിക്കും പ്രശ്നങ്ങളുണ്ടാക്കും. നമ്മളെ വെറുക്കുന്നവരെ അല്ലെങ്കിൽ നമ്മൾക്ക് എതിരായി പ്രവർത്തിക്കുന്നവരെ അല്ല നമ്മൾ ശരിക്കും ഭയപ്പെടേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരെയാണ്, തേനിൻ്റെ ഉള്ളിൽ വിഷം നിറച്ച് വരുന്ന വ്യക്തികളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കുകയുള്ളൂ.